ഹായ് ഡിയർ നഴ്സസ്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഡൽറ്റ് നഴ്സ് കാറ്റഗറി പെട്ടിട്ടുള്ള സ്റ്റുഡൻസിനായിട്ട് ഉള്ള പാർട്ട് എ ന്യൂമറസിനെ കുറിച്ചിട്ടാണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു ന്യൂമറസിൽ നിങ്ങൾക്ക് 6 ടൈപ്പ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാം. അതിൽ ഓൾറെഡി 3 ടൈപ്പ് ക്വസ്റ്റ്യൻ പ്രീവിയസ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്ത കുട്ടികളുണ്ടെങ്കിൽ കാണാം. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4th ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. 4th ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങളോട് വോളിയം കാൽക്കുലേറ്റ് ചെയ്യാനായിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ സ്ക്രീനിൽ തന്നിരിക്കുന്ന പോലെ ആയിരിക്കും അവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതായത് എ പേഷ്യൻ്റ് ഹാസ് ബീൻ പ്രിസ്ക്രൈബ്ഡ് 100 mg ഓഫ് ഫിനറ്റോയിൻ സസ്പെൻഷൻ. അപ്പം ഒരു പേഷ്യൻറ്റിന് ഇവിടെ 100 mg ഫിനറ്റോയിൻ സസ്പെൻഷൻ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വാട്ട് വോളിയം ഷുഡ് ബി അഡ്മിനിസ്ട്രേഡ്, അപ്പോൾ നമ്മൾ എത്ര വോളിയമാണ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ പിക്ചറായിട്ട് അവർ തന്നിരിക്കുന്നത് നമ്മുടെ കയ്യിലുള്ള ഡോസിൻ്റെ പിക്ചറാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട ഫോർമുല എന്ന് പറയുന്നത് പ്രിസ്ക്രൈബ്ഡ് ഡോസ് ഡിവൈഡഡ് ബൈ ഡോസ് ഇൻ ഹാൻഡ് ഇൻറ്റു വോളിയം അവൈലബിൾ. അതായത് ഇവിടെ നമുക്ക് ഇഞ്ചക്ഷൻസ് എന്തിലാണ്, ml ലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇൻറ്റു ആ ഒരു വോളിയം കൊണ്ട് ഇൻറ്റു ചെയ്യുക. ഓക്കെ, ഒന്നുകൂടി പറയാം, പ്രിസ്ക്രൈബ്ഡ് ഡോസ് ഡിവൈഡഡ് ബൈ ഡോസ് ഇൻ ഹാൻഡ് ഇൻറ്റു അവൈലബിൾ വോളിയം. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രിസ്ക്രൈബ്ഡ് ഡോസ് എന്ന് പറയുന്നത് 100 mg ആണ്. നമ്മുടെ കയ്യിലുള്ള ഡോസേജ് എന്ന് പറയുന്നത് 250 ആണ്. ഇഞ്ചക്ഷൻ അവൈലബിൾ ആയിട്ടുള്ള വോളിയം എന്ന് പറയുന്നത് 5 ml ആണ്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെ വരും, 100 ഡിവൈഡഡ് ബൈ 250 ഇൻറ്റു 5 വരും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ പ്രിസ്ക്രൈബ്ഡ് ഡോസ് 100 ആണ്, അവൈലബിൾ എന്ന് പറയുന്നത് ഡോസ് എന്ന് പറയുന്നത് 250 ഇൻറ്റു അവൈലബിൾ വോളിയം എന്ന് പറയുന്നത് 5. അപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ എത്ര കിട്ടും ആൻസർ? നമ്മുടെ ആൻസർ വരുന്നത് 2 ml ആയിരിക്കും. ഓക്കെ, വോളിയമാണ്, അപ്പോൾ നമ്മൾ ml ആണ് പറയുക. ഓക്കെ, അപ്പോൾ ഇവിടെ വീണ്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, ഓൾറെഡി യൂണിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും എഴുതരുത്. ഓക്കെ, മനസ്സിലായോ? ഇതാണ് വോളിയം കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കുന്ന ഒരു ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വോളിയം കണ്ടുപിടിക്കാനായിട്ട് അവരൊരു രണ്ടാമതൊരു രീതിയിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. അതായത് ഈ സ്ക്രീനിലുള്ള പോലെ ആയിരിക്കും അവർ ചോദിക്കാം. അതായത് ഒരു പേഷ്യൻറ്റിന് എന്താണ് നമ്മുടെ ഒരു മെഡിക്കേഷൻ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ആ മെഡിക്കേഷൻ എങ്ങനെയാണ് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്? 10 mg per kg ആണ് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, 10 mg per kg ആണ്. ഇനി പേഷ്യൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 70 kg ആണ്. ഓക്കെ, ഇനി നമ്മുടെ കയ്യിലുള്ള ഡോസേജ് എത്രയാണ്? 100 mg ആണ്. അവൈലബിൾ വോളിയം എന്ന് പറയുന്നത് 1 ml ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 1 kgക്കാണ് പേഷ്യൻറ്റിന് 10 mg കൊടുക്കുന്നത് അല്ലേ? അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ആ പേഷ്യൻറ്റിന് 70 കിലോഗ്രാമാണുള്ളത്. അപ്പോൾ അത്രയും കിലോഗ്രാമിന് ടോട്ടൽ ഡോസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? 10 ഇൻറ്റു 70 അല്ലേ? ഓരോ കിലോയ്ക്കും 10 ആണ്. അങ്ങനെയാണെങ്കിൽ 70 കിലോയ്ക്ക് എങ്ങനെ കണ്ടുപിടിക്കും? ഇൻറ്റു 70 ചെയ്യുക അല്ലേ? അപ്പോൾ 10 ഇൻറ്റു 70 ചെയ്യുക. അപ്പോൾ നമുക്ക് 700 കിട്ടും. ഓക്കെ, അതാണ് ടോട്ടൽ പ്രിസ്ക്രൈബ്ഡ് ഡോസ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ പ്രീവിയസ് ഫോർമുല തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എങ്ങനെ വരും? ഇവിടെ പ്രിസ്ക്രൈബ്ഡ് ഡോസ് എന്ന് പറയുന്നത് ടോട്ടൽ എത്രയായിട്ടുണ്ട്? 700 ഉണ്ട്. ഓക്കെ, അപ്പോൾ 700 ഡിവൈഡഡ് ബൈ നമ്മുടെ കയ്യിലുള്ള ഡോസേജ് എത്രയാണ്? 100. ഓക്കെ, അപ്പോൾ 700 ഡിവൈഡഡ് ബൈ 100. ഇനി നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള വോളിയം എത്രയാണ്? 1 ആണ് അല്ലേ? അപ്പോൾ ഇൻറ്റു 1 വരും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഫോർമുല വരിക? 700 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 1. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എത്ര കിട്ടും? 7 ml കിട്ടും. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് വോളിയം വെയിറ്റ് തന്നിരിക്കുമ്പോൾ കണ്ടുപിടിക്കേണ്ടുന്നത്. ഓക്കെ, ഫസ്റ്റ് ടോട്ടൽ വോളിയം മീൻസ് ടോട്ടൽ എത്ര ഡോസ് കൊടുക്കണമെന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് നമ്മുടെ ഫോർമുല, അതായത് പ്രിസ്ക്രൈബ്ഡ് ഡോസ് ഡിവൈഡഡ് ബൈ ഡോസ് ഇൻ ഹാൻഡ് ഇൻറ്റു വോളിയം അവൈലബിൾ. ഓക്കെ, ഇനി തേർഡ് ടൈപ്പായിട്ടും ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട് നമുക്ക് വോളിയം കണ്ടുപിടിക്കാനായിട്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സ്ക്രീനിൽ കാണുന്ന പോലെയാണ് തേർഡ് ടൈപ്പ് വോളിയം കാൽക്കുലേഷൻ ക്വസ്റ്റ്യൻ വരുന്നത്. അതായത് എ പേഷ്യൻ്റ് ഹാസ് ബീൻ പ്രിസ്ക്രൈബ്ഡ് 1 gram കാർബോസിസ്റ്റീൻ സൊല്യൂഷൻ. ഒരു പേഷ്യന് 1 gram ആണ് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മുടെ കയ്യിലുള്ള ഡോസേജ് നോക്കിക്കേ. നമ്മുടെ കയ്യിലുള്ള ഡോസേജ് ഏത് യൂണിറ്റിലാണുള്ളത്? മില്ലിഗ്രാമിലാണ് ഉള്ളത്. ഓക്കെ, പക്ഷേ പേഷ്യന് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ഗ്രാമിലാണ്. ഓക്കെ, ഇനി അവൈലബിൾ വോളിയം എത്രയാണ്? 5 ml ആണ് അല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് കൺവേർഷൻ ചെയ്യണം. കാരണം പ്രിസ്ക്രൈബ്ഡ് ഡോസ് ഗ്രാമിലും നമ്മുടെ കയ്യിലുള്ള ഡോസേജ് മില്ലിഗ്രാമിലാണ് ഉള്ളത്.
ഓക്കെ, ഫസ്റ്റ് അപ്പോൾ നമ്മൾ എന്തോ ചെയ്യണം, ഗ്രാമിനെ മില്ലിഗ്രാം ആക്കണം. ഓക്കെ, ഗ്രാം എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, ബിഗർ യൂണിറ്റ് ആണ്. മില്ലിഗ്രാം എന്ന് പറയുന്നത് സ്മോളർ യൂണിറ്റ് ആണ്. അപ്പോൾ കൺവേർഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നുള്ളത് ഞാൻ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കാണാത്ത കുട്ടികളുണ്ടെങ്കിൽ കാണാം കേട്ടോ. അപ്പോൾ ഇവിടെ ബിഗർ സ്മോളർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇൻറ്റു 1000 ആണ് ചെയ്യുന്നത്. അപ്പോൾ 1 × 1000 ഈസ് ഈക്വൽ ടു നമുക്ക് 1000 മില്ലിഗ്രാം എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇപ്പോൾ മില്ലിഗ്രാം ആയിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ പ്രിസ്ക്രൈബ്ഡ് ഡോസിനെ നമ്മൾ ചേഞ്ച് ചെയ്ത് മില്ലിഗ്രാമിലാക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഡോസ് ഇൻ ഹാൻഡ് എന്ന് പറയുന്നത് മില്ലിഗ്രാമിലാണ്. ഇനി നമുക്ക് ഫോർമുല യൂസ് ചെയ്യാം. അതായത് പ്രിസ്ക്രൈബ്ഡ് ഡോസ് ഡിവൈഡഡ് ബൈ ഡോസ് ഇൻ ഹാൻഡ് ഇൻറ്റു അവൈലബിൾ വോളിയം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 1000 ഡിവൈഡഡ് ബൈ 200 ഇൻറ്റു 5 ml എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരും, 1000 ഡിവൈഡഡ് ബൈ 200 ഇൻറ്റു 5 ചെയ്തു. അപ്പോൾ നമ്മുടെ ആൻസർ കിട്ടുന്നത് 25 ml ആണ്. ഓക്കെ, മനസ്സിലാക്കും. വോളിയം ടൈപ്പ് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഈ 3 രീതിയിൽ അവർ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ 3 രീതികളും നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. ഹായ് ഡിയർ നഴ്സസ്, അപ്പോൾ നമ്മൾ